നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനുഷ്യനെ കൊന്നല്ലോടാ. നിനക്കെന്താടാ കല്യാണം എടുത്തപ്പോ വട്ടു പിടിച്ചോ? നോക്കിയും കണ്ട് നടക്കട്ടെ സാവിത്രി ചേച്ചി. അല്ല അമ്മായി, ഞാൻ നോക്കിയും കണ്ട് തന്നെ നടന്നത്. നിനക്ക് കണ്ണു കാണാത്തത്. എന്തൊരു വേദനയാ. അയ്യോ ദൈവമേ, എന്റെ ഫോണ് അയ്യോ ഓഫായി പോയല്ലോ. കണക്കായി പോയി. ദൈവമേ, ഇത് ഓണാവുന്നില്ലല്ലോ. അതെ, നീ ഇപ്പൊ എരുതിയിൽ വീണ ബെരുകിനെ പോലെ എങ്ങോട്ടായി പായുന്നത്? അതെ, ഓഡിറ്റോറിയത്തിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നോന്ന് നോക്കുമായിരുന്നു. അവന്റെ ഒരു ഫ്രണ്ട്സ്. ഇങ്ങോട്ട് വന്നേ. എങ്ങോട്ട്? ഇവിടെ ഇരുന്നാ മതി. ഒരു ഫ്രണ്ട്സിനെ ഇപ്പൊ കാണാൻ പറ്റില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാ മതി. അമ്മായി, കല്യാണത്തിനൊക്കെ അതിന്റേതായ ആചാരക്രമങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നിന്നെ അശ്വൻ കാല് കഴിയിക്കും. അത് കഴിയുമ്പോ ബൊക്ക നൽകി സ്വീകരിക്കും. അതിനുശേഷം പെണ്ണിന്റെ അമ്മായിയായ എന്റെ നേതൃത്വത്തിലും കാർമ്മികത്വത്തിലും താലമേന്തിയ പെൺകുട്ടികളുടെ അകമ്പടിയോടെ നിന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് ആനയിക്കും. അതുവരെ ഈ മേക്കപ്പ് റൂം ഇട്ട് പുറത്തിറങ്ങരുത്, കേട്ടല്ലോ? ചാടി പോന്നു. ദൈവമേ, എലിവിലിൽ വീണതുപോലെ ആയല്ലോ. ഇപ്പൊ പെണ്ണും ചെക്കന് വരും. മാലതി, ഇങ്ങോട്ട് വന്നേ. ചേച്ചി, പെണ്ണിനും ചെക്കനെ ആനയിച്ചോണ്ട് വരാൻ താലം എടുക്കണ്ടേ? അതിന് മീനാക്ഷിയുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ, പക്ഷെ നേതൃത്വം അമ്മായിക്ക് അയക്കണം. എന്റെ സാവിത്രിക്ക്. സാവിത്രിച്ചി ഒരേ സമയത്ത് അമ്മായി അപ്പച്ചിയൊക്കെ അല്ലേ? മീനാക്ഷിയുടെ അച്ഛന്റെ അനിയത്തിയാ ഞാൻ. ചിലടത്ത് ചിറ്റേന്ന് പറയും. ഭൂരിഭാഗ സ്ഥലത്തും അമ്മായി തന്നെയാ. സാവിത്രി, നമ്മുടെ മോൾ അവിടെ നിൽക്കുന്നുണ്ടല്ലേ, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ. എന്തു പറ്റി? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഏയ്, ഒന്നുമില്ല അമ്മ. ഞാൻ വെറുതെ ഒന്ന് നടന്നതാ. മോൾ അവിടെ ചെന്നിരിക്കെ. ശരി. എത്തിയോ? ദൈവമേ, ഇത് ഓണാക്കാൻ എന്താ ഒരു മാർഗം? കഷ്ടാലം പിടിച്ചവൻ തലമൊട്ട അടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ഇനി എങ്ങനെ ഞാൻ മൈഥിലിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? കുഴഞ്ഞല്ലോ. ഈ വൈശാഖിന്റെ ഉദ്ദേശം എന്താ? അവൻ പോയോ? ഒന്ന് വിളിച്ചു നോക്കാം, അപ്പൊ അറിയാലോ. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പൊ അവൻ മുങ്ങിക്കാണും. അതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ. ഓ, ആശ്വാസമായി. എന്താടാ, നീ എന്താ ഇവിടെ? ഞാൻ എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. പെണ്ണ് കെട്ടുമ്പോ കൈവിറക്കൊന്ന് പേടിച്ച് നീ കള്ളു കുടിക്കാൻ വന്നതല്ലേ? അയ്യോ അല്ല,
ഞാൻ കള്ളൊന്നും കുടിക്കില്ല. പിന്നെന്താ നീ ഇവിടെ? അത് ഞാനൊരു സാധനം എടുക്കാൻ വന്നതാ. അതെടുത്ത് കഴിഞ്ഞു. എടുത്തു കഴിഞ്ഞെങ്കി വാ. അതെ, മണവാള ചെറുക്കൻ ഇങ്ങനൊന്നും കറങ്ങി നടക്കാൻ പാടില്ല. വാ, ഓഡിറ്റോറിയത്തിൽ കാണണം. ഈ സ്ത്രീ വലിയൊരു ശല്യമാണല്ലോ ദൈവമേ. വരാൻ വരുവാ. വായും പൊളിച്ചോണ്ട് നിൽക്ക്. വാ അങ്ങോട്ട്. ഓ, ആ ദൈവമേ, പെയിൻ തുടങ്ങിയല്ലോ. എന്താ? ഈ പുരിക അല്പം കൂടെ ശരിയാക്കാനുണ്ട്. മതി, ഇത്രയൊക്കെ മതി. ഇത് കല്യാണമൊന്നും അല്ലല്ലോ, ഒരു നാടകം കളിയല്ലേ. മീനാക്ഷി, ആ, എന്താ നിങ്ങൾ ഇത്ര താമസിച്ചേ? അതിന് ഞങ്ങളാരും താമസിച്ചില്ലല്ലോ. പിന്നെ നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താടി? എന്ത് വിചാരിച്ചത് നിന്റെ ഈ നിൽപ്പ്? സ്റ്റാൻഡേർഡായിട്ട് നിന്നെ കാലുവരാൻ തന്നെയാ ആ വൈശാഖിന്റെ പ്ലാൻ. മനസ്സിലായില്ല. എടി, ആ വൈശാഖ് ഇതുവരെ പോയിട്ടില്ലടി. എന്താ നീ പറഞ്ഞേ? നിന്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? എടി, അവൻ കല്യാണ വേഷമൊക്കെ ഇട്ടേ മണവാളൻ ചമഞ്ഞപ്പുറത്ത് വിലസുക. കാശും കൈക്കലാക്കി. ഏത് ക്യാഷ്? ആ കാശ് മുഴുവൻ വ്യാജനാണല്ലോ. അല്ല, എന്താ അവന്റെ പരിപാടി? എല്ലാവരും കൂടി നിന്നെ വിളിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് കയറ്റും. എന്താ, അവന്റെ മുന്നിൽ കഴുത്ത് നീട്ടി കൊടുക്കാനാണോ നിന്റെ ഉദ്ദേശം? ഞാൻ കഴുത്തുനിന്ന് നീട്ടി കൊടുക്കില്ല. അവന്റെ കഴുത്ത് ഞാനിങ്ങ എടുക്കും. ഇനി വയലന്റ് ആകാതെ ആർക്കും ഒരു കുഴപ്പമില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കണം. അവൻ എന്നെ ചതിക്കാനാ തീരുമാനിച്ചെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചോ മക്കളെ? കുടിച്ചമ്മ. മോളെ, മുഹൂർത്തത്തിന് ഇനി അധിക സമയമില്ല. ഞാനതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.